ഒരു ടീച്ചർ വിളിച്ചു. ഈ അനുജ ടീച്ചറിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. ഓടിക്കൊണ്ടിരിക്കുന്ന, അതായത് കേപ്പ് റോഡിന്റെ സെന്ററിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാറിന്റെ ഇടത്ത് സൈഡിലെ ഫ്രണ്ട് ഡോർ തുറക്കുക അടക്കുക 2 തവണ ഇങ്ങനെ സംഭവിച്ചു. 3ാമത്തെ ട്രിപ്പ് നോക്കിയപ്പോൾ കാലോ കയ്യോ എന്തോ എൻ്റെ അടുത്ത് വെളിയിലേക്ക് വരുന്നുണ്ടെന്നൊരിതായി. കാരണം പെട്ടെന്ന് നടക്കുക, ഞാൻ പറഞ്ഞല്ലോ 3 മിനിറ്റിനുള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ അതിന് വലിയൊരു പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ട് മാറി അവിടെ ഒരു അടൂർ പട്ടാഴി മുക്കിൽ വെച്ച് നടന്ന അപകടവും അതിനെ തുടർന്ന് പൊങ്ങി വന്ന വിവാദങ്ങളുമാണല്ലേ ഇപ്പൊ ചർച്ചാ വിഷയം. ഒരു സാധാരണ അപകട മരണം എന്ന നിലയിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്തിടത്ത് നിന്നും ഇന്ന് കേരളം മുഴുവനും ചർച്ച ചെയ്യുന്ന ഒരു ലെവലിലേക്ക് വെറും ഒരു കാർ ആക്സിഡന്റ് ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ് ഫാക്ടർ അവിടെ നിർബന്ധമായിട്ടുണ്ടായിരിക്കണം അല്ലേ? ആ എക്സ് ഫാക്ടർ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരിക്കും. എന്താണ് ആ വിഹിതം? അതന്നെ, അല്ലാതെ ഞാനായിട്ട് കണ്ടെത്തില്ല കേട്ടോ. മാധ്യമങ്ങളിൽ മുഴുവനും ഈ ഒരു ലൈനിലാണ് വാർത്ത വരുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അവിഹിതമൊക്കെ നമ്മൾ ഇന്നെന്തായാലും കാണാൻ തുടങ്ങിയല്ലോ. ഇതൊക്കെ നാട്ടിൽ സർവ്വസാധാരണമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അവിഹിതത്തെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇനി ആരും അങ്ങനെ വിചാരിക്കണ്ട. ഈ കേസ് തുടക്കം തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നി ചില ഡൗട്ടുകൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി. അതുപോലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്ന രീതി, പിന്നെ റിപ്പോർട്ടുകൾക്ക് താഴെ വരുന്ന ചില കമന്റുകൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ എന്തോ ചില ആളുകൾ ഈ അപകടത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. ഒരു സൈഡിലൂടെ നൈസായി ആരുടെയോ അജണ്ട ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന പോലെ ഒരു തോന്നല്. എന്തായാലും അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് അറിയാത്തവർക്ക് വേണ്ടി ഈ അപകടത്തെ കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചു തരാം. ഇവിടെ അപകടത്തിൽ മരിച്ചത് ആരൊക്കെയാണെന്ന് അറിയാലോ. അനൂജയും അവരുടെ സുഹൃത്ത് ഹാഷിമും. അനൂജ ഒരു ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപികയാണ്. ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ പൂട്ടിക്കുന്ന സമയമാണല്ലോ. അങ്ങനെ അനുജ പഠിക്കുന്ന സ്കൂളിലെ അധ്യാപകരെല്ലാരും കൂടി ഒരു വെക്കേഷൻ ടൂർ പോയി. അധ്യാപകർ ഒറ്റയ്ക്കല്ല, ചിലരുടെ കൂടെ അവരുടെ ഫാമിലിയും ഉണ്ടായിരുന്നു. അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അനുജയുടെ സുഹൃത്ത് ഈ പറയുന്ന ഹാഷിം എന്താക്കി, ഒരു സ്വിഫ്റ്റ് ഡിസയർ കാറിൽ ഈ ടൂർ പോയ ട്രാവലറിന്റെ മുന്നിൽ അങ്ങ് വട്ടം വെച്ചു. എന്നിട്ട് അനുജയെ വിളിച്ചിറക്കി കാറ് കയറ്റി അങ്ങ് കൊണ്ടുപോയി. പെട്ടെന്ന് ഒരാൾ വന്ന് കൂട്ടത്തിൽ ഒരു പെണ്ണിനെ ഇങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുപോകുന്ന സമയത്ത് ഒബ്വിയസ്ലി കൂടുതൽ അധ്യാപകന്മാർ ചോദ്യം ചെയ്യല്ലോ. അവരോടൊക്കെ ഹാഷിം തന്റെ ചെറിയച്ഛന്റെ മകനാണെന്നും വിഷ്ണു എന്നാണ് പേര് എന്നും അനുജ അങ്ങ് കള്ളം പറഞ്ഞു. എന്നിട്ട് ഹാഷിമിന്റെ കൂടെ അങ്ങ് കാറ് കയറി പോവായിരുന്നു. അനുജയെ കയറ്റത്തിന് ശേഷം അവിടുന്ന് ഭയങ്കര സ്പീഡിലാണ് ഹാഷിം കാർ ഓടിച്ചു പോയത്. ഇതെല്ലാം കൂടി അങ്ങ് കണ്ട സമയത്ത് അനുജയുടെ സഹപ്രവർത്തകർക്ക് അങ്ങ് ഡൗട്ട് അടിച്ചു. എന്തോ ഒരു പന്തികേടുള്ള പോലെ തോന്നി. സ്വാഭാവികം, ഇങ്ങനെ ഒരു സംഭവം കൺമുന്നിൽ വെച്ച് നടക്കുന്ന സമയത്ത് ആർക്കാരും ഡൗട്ട് തോന്നിപ്പോകും അല്ലേ? മര്യാദക്ക് ഒരു ടൂറൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന ആളാണ്. അപ്പോഴാണ് ഒരു മുന്നറിയിപ്പില്ലാണ്ട് ചെറിയച്ഛന്റെ മോനാണെന്നും പറഞ്ഞു ഒരുത്തൻ കാറിൽ വന്നു കഴിഞ്ഞിട്ട് ആ പെൺകുട്ടീനെ കാറി കയറ്റി കൊണ്ടുപോകുന്നത്. അങ്ങനെ ബാക്കിയുള്ള അധ്യാപകർ എന്ത് ചെയ്തു, അപ്പൊ തന്നെ പോലീസിൽ വിളിച്ച് കാര്യം പറഞ്ഞു. പക്ഷെ അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അനുജയും ഹാഷിമും സഞ്ചരിച്ച കാർ ഒരു കണ്ടെയ്നർ ലോറിയിൽ അങ്ങ് ഇടിച്ചു. അനുജ സ്പോട്ടിൽ വെച്ചും ഹാഷിം ഹോസ്പിറ്റലിലും വെച്ച് അങ്ങ് മരണപ്പെട്ടു. ഹാഷിമിന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിനെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷെ മരിച്ചുപോയ അനുജയ്ക്ക് 12 വയസ്സുള്ള ഒരു മകനുണ്ട്. ഭർത്താവുമായി അകന്ന് കഴിയുകയാണ് അല്ല എന്നൊക്കെയുള്ള രീതിയിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും കിട്ടിയ വാർത്തകൾ വെച്ച് അനുജയും ഹാഷിമും തമ്മിൽ 4 വർഷത്തോളം അടുപ്പത്തിലായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ദുരൂഹതയിലേക്ക് കടക്കാം. ഈ അപകടം ആദ്യം കണ്ട ദൃക്സാക്ഷികൾ പറഞ്ഞത് കാർ നേരെ ലോറിയിൽ വന്ന് ഇടിക്കല്ല ചെയ്തത്, അമിത വേഗത്തിൽ വന്ന് ഇടിപ്പിച്ചതാണെന്നുള്ളതാണ്. അത് മാത്രമല്ല, കാർ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനുജ ഡോറ് തുറന്ന് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ കാർ ഇടിപ്പിച്ചതാണെങ്കിൽ അതൊരു ആത്മഹത്യ ആണെന്ന് തന്നെ വേണം കരുതാൻ അല്ലെ? അതല്ലെങ്കിൽ അനുജയും ഹാഷിമും തമ്മിൽ കാറിനുള്ളിൽ വെച്ച് വാക്കേറ്റത്തിന്റെ ഭാഗമായി ഇച്ചിരി ഉന്തും തള്ളുകളും ഉണ്ടായിട്ടുണ്ടാകും. അതിനിടയിൽ നിയന്ത്രണം വിട്ട കാർ നേരെ ലോറിയിൽ ചെന്ന് ഇടിച്ചതാകും അല്ലെ? ഓക്കെ, നമുക്ക് കുറച്ച് പിറകോട്ട് പോവാം. അനുജ ഹാഷിമിനൊപ്പം കാറിൽ കയറിപ്പോയി. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായിരുന്ന അധ്യാപകൻ എന്താക്കി, അനുജനങ്ങ് ഫോൺ ചെയ്തു. ഫോൺ എടുത്ത അനുജ ചില കാര്യങ്ങൾ ആ അധ്യാപകനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് 2 വേർഷൻ മീഡിയകൾ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടുനോക്കാം. ഈ വാഗണാർ മനപ്പുറം വന്ന് ഇടിച്ചു കയറ്റുമായിരുന്നു. വാഗണാറിലെ സ്വിഫ്റ്റ് ഡിസയർ ഇടിച്ചു കയറ്റുമായിരുന്നു. അതുപോലെ മദ്യവെച്ചിട്ടുണ്ടായിരുന്നു. മദ്യം കുപ്പിയൊക്കെ അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഇവൻ അന്നേരം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ അറിയുന്നത് കൂടുതലുള്ള ടീച്ചർമാർ വന്നു. ഇവർ ടീച്ചർമാരെല്ലാം കൂടെ ടൂർ പോയതാണ്. മാറ്റി പ്ലാന്റ് ടൂർ പോയിട്ട് വന്ന വഴിക്ക് കുളക്കട വെച്ചിട്ട് പിടിച്ചിറക്കുകയാണ് ഈ കുഞ്ഞ്. ഈ ടീച്ചറിനെ പിടിച്ചിറക്കിയതാണ്. അന്നേരം ആദ്യം ഈ ടീച്ചർ മറ്റേ ടീച്ചർമാർ പറഞ്ഞ് ഞങ്ങളുടെ അനിയൻ കൊച്ചച്ഛൻ്റെ മോനാണ്, ഞങ്ങൾ വന്ന അനുജ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ പൊക്കി കഴിഞ്ഞപ്പോൾ വേറൊരു ടീച്ചർ വിളിച്ചു. ഈ അനുജ ടീച്ചറിൻ്റെ ഫോണിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞു. അത് ഈ ടീച്ചർമാർ അവിടെ ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു. ഞങ്ങൾ പിന്നെ ഇവിടുന്ന് എടുത്ത് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു അനക്കമുണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തുമ്പോഴത്തേനും ഇതൊരു വേഴ്സൺ കേട്ടല്ലോ. ഇനി ഇതിന് മറ്റൊരു വേഴ്സനും കൂടി ഉണ്ട്. അതും കൂടി കണ്ടിട്ട് നമുക്ക് വിശദീകരണത്തിലേക്ക് വരാം. ഈ കാറിൽ കയറിപ്പോയി കുറെ ദൂരം എത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അധ്യാപകരടക്കം വിളിച്ചു ചോദിച്ചപ്പോൾ പരിഭ്രാന്തിയോടെ തങ്ങൾ സുരക്ഷിതരാണ് എന്ന കാര്യം മാത്രമാണ് പറഞ്ഞത്. അപ്പോഴാണ് അധ്യാപകർക്ക് സംശയം തോന്നുകയും അവർ നേരെ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ട് ഈ ട്രാവലറുമായി എത്തുകയും ആളുകളും എത്തുകയും പരാതി നൽകുകയും ചെയ്തത്. ശരി, എങ്ങനെയുണ്ട് ഇപ്പം പറഞ്ഞാൽ മനസ്സിലായല്ലോ. ആദ്യത്തെ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ, ഹാഷിമുമായി കാറി കയറി പോയതിനു ശേഷം സഹ അധ്യാപകർ അനുജയെ വിളിച്ച സമയത്ത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് സഹ അധ്യാപകരോട് അനുജ പറഞ്ഞു എന്നുള്ളതാണ് അല്ലെ? എന്നാൽ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്നതോ അധ്യാപകർ വിളിച്ച സമയത്ത് അനുജ ചെറിയൊരു പരിഭ്രമത്തിലായിരുന്നു. എന്നാലും ഞങ്ങൾ സേഫ് ആണെന്ന്, പേടിക്കാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ഇതാണ് ഇപ്പോൾ രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞത് അല്ലേ? അതായത് ആദ്യത്തെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളും രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ ഒരു തരത്തിലും ചേരുന്നില്ല എന്നുള്ളതാണ്. ഇനി അധ്യാപകർ മൊഴി മാറ്റി പറഞ്ഞതാണോ, അതല്ല ഇനി ഈ ഒരു വൈരുദ്ധ്യത്തിന് പിന്നിൽ വേറെ എന്തെങ്കിലും കളികൾ നടക്കുന്നുണ്ടോ, എന്താണ് ഏതാണെന്ന് നമുക്ക് അറിയില്ല അല്ലേ?
എന്തായാലും ഇത് ആത്മഹത്യയാണെങ്കിൽ കാർ മനഃപൂർവ്വം ഇടിപ്പിക്കുകയായിരുന്നു എന്നുള്ള പോലീസിന് നിഗമനം ശരിയാകാനാണ് സാധ്യത. പക്ഷേ രണ്ടുപേരും ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതാണെങ്കിൽ പിന്നെ എന്തിനാണ് അനുജ കാറിൽ നിന്നും ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചത്? അതൊരു ചോദ്യമല്ലേ? ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയും ഒരു സംഭവം ഉണ്ടായതായിട്ട് മറ്റൊരു ദൃക്സാക്ഷിയും കൂടി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുനോക്കാം. മങ്ങാട് ന്യൂമാൻ സ്കൂളിൻ്റെ ഒരു 200 മീറ്റർ മുൻപ് മാറി അവിടെ മുതൽ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു കാറുണ്ട്. പെട്ടെന്ന് ഈ കാറ് KP റോഡിൻ്റെ ലൈൻ മാറി ഇപ്പുറത്തെ സൈഡിലേക്ക് വരാൻ റോങ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആ കാറ് ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു 3 മിനിറ്റ് ഇടവേളയിൽ മാത്രമേ നമ്മൾ ഈ ടോട്ടൽ സംഭവം കണ്ടിട്ടുള്ളൂ. ഈ കാറ് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കാറ് 2 ട്രിപ്പ് റോഡിന് ഇപ്പുറം വന്നു. ഈ 2 ട്രിപ്പും ഓടിക്കൊണ്ടിരിക്കുന്ന, അതായത് KP റോഡിൻ്റെ സെൻറ്ററിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ കാറിൻ്റെ ഇടത്ത് സൈഡിലെ ഫ്രണ്ട് ഡോറ് തുറക്കുക അടക്കുക 2 തവണ ഇങ്ങനെ സംഭവിച്ചു. 3ാമത്തെ ട്രിപ്പ് നോക്കിയപ്പോൾ കാലോ കയ്യോ എന്തോ എൻ്റെ അടുത്ത് വെളിയിലേക്ക് വരുന്നുണ്ടെന്നൊരിതായി. കാരണം പെട്ടെന്ന് നടക്കാൻ ഞാൻ പറഞ്ഞല്ലോ, 3 മിനിറ്റിനുള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ അതിന് വലിയൊരു പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കുന്നുമില്ല അതിനകത്ത്. അപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ട് മാറി അവിടെ ഒരു നൈറ്റ് കടയുണ്ടോ, ആ നൈറ്റ് കട കുറച്ചും കൂടെ മാറി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഈ കാറ് ഈ കാലും കൈയും എന്തോ ഒന്ന് വെളിയിലോട്ട് വരുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചപ്പോൾ കാറിലിരുന്ന് പറഞ്ഞ് മദ്യപിച്ചിട്ട് ആരെങ്കിലും കാറിൽ കിടന്ന് ഫാമിലി വല്ലതായിരിക്കും, ചിലപ്പം പ്രശ്നം ഉണ്ടാവുമായിരിക്കും, ആണോ പെണ്ണോ ആയിക്കോട്ടെ. ഞാൻ അപ്പം ഗൂഗിൾ ഇതുപോലെ അഭിപ്രായം പറഞ്ഞു. എന്നാൽ ഞാൻ പറഞ്ഞ ശരി, എന്നാൽ വിട്ടു പോകാം. ഞങ്ങളുടെ എൻ്റെ ഒരു സുഹൃത്ത് തൊട്ടപ്പുറത്ത് ആ കടയുടെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടെന്നാണ്. ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിക്കാമെന്നുള്ളൊരു മൈൻഡിലുണ്ട്, എന്താ ഒന്ന് തിരക്കിയേക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫ്രണ്ടിലേക്ക് മാറി. അന്നേരം ഈ 3ാമത്തെ ട്രിപ്പ് വീണ്ടും ഈ ഡോറ് തുറക്കുകയും ഈ കാർ വളരെ സ്പീഡിൽ മങ്ങാട് ന്യൂമാൻ സ്കൂളിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് മതിലോട് ചേർത്ത് ഒരു വീടിൻ്റെ, ഏത് വീടാണെന്ന് ഓർക്കുന്നില്ല, ആ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് നിർത്തുകയും ഈ ലേഡി അതിൽ നിന്ന് ചാടി ഇറങ്ങി. ഞങ്ങൾ മിന്നായം പോലെ അത് കണ്ടു. കാരണം തൊട്ടപ്പുറത്ത് വളവാണ്, ഞങ്ങൾ വിട്ടു പോരുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ വേറെ ബൈക്കിൽ വന്ന ആളുകളുണ്ട്, അവരും പറഞ്ഞു മങ്ങാട് സ്കൂളിൻ്റെ അവിടെ ലേഡി ഇറങ്ങി. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സമയം നീങ്ങുന്നോറും ദുരൂഹതകൾ കൂടിക്കൂടി വരാണ് അല്ലെ? ഈ അപകടത്തിന് പിന്നിൽ ഒരുപാട് സാധ്യതകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ അനുജ ആശിമിനോട് വണ്ടി നിർത്താൻ പറഞ്ഞു കാണും, എന്നാൽ അതനുസരിക്കാതെ കണ്ടപ്പോൾ അനുജ ചാടി ഇറങ്ങാൻ ശ്രമിച്ചതാകാം. അതല്ലെങ്കിൽ 2 പേരും കൂടി വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യാൻ പ്ലാനിട്ടിട്ടുണ്ടാകും. ആദ്യം അനുജ ചാടിയതിനു ശേഷം ആശിം ചാടാൻ ഇരുന്നതാകാം. എന്നാൽ അതിന് ധൈര്യം വരാതിരുന്ന സമയത്ത് 2 കൽപ്പിച്ച് ലോറിയിലേക്ക് അങ്ങ് പാഞ്ഞു കയറ്റിയതാകാം. അതല്ലെങ്കിൽ ആശിം അനുജയെ വണ്ടിയിൽ നിന്നും താഴോട്ട് തള്ളിയിടാൻ ശ്രമിച്ചതാകാം. പക്ഷെ അതിന് സാധ്യത കുറവാണ്. കാരണം അനുജ ചാടാൻ ശ്രമിച്ചതിന് ശേഷം ഇവർ വണ്ടി ഒതുക്കി നിർത്തുകയും അനുജ വണ്ടിയിൽ നിന്നും ഇറങ്ങുകയും ചെയ്തത് കണ്ടവരായി പലരുമുണ്ട്. പിന്നീട് അനുജ വീണ്ടും വണ്ടിയിൽ കയറുകയും ശേഷം ആക്സിഡന്റ് ഉണ്ടാവുകയുമാണ് ചെയ്തത്. ആശിം ഇവിടെ വണ്ടിയിൽ നിന്നും തള്ളിയിടാൻ ശ്രമിച്ചതായിരുന്നെങ്കിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം വീണ്ടും അനുജ വണ്ടിയിലേക്ക് തിരിച്ചു കയറില്ലല്ലോ. എന്തായാലും യഥാർത്ഥ സത്യം പുറത്തു വരുന്നവരെ നമുക്കൊന്ന് കാത്തിരിക്കാം അല്ലെ? അതൊന്നല്ല, ഈ വാർത്തകളുടെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. ഇവിടെ എന്ത് സംഭവിച്ചാലും അതിലെല്ലാം വർഗീയതയും ഇസ്ലാമോഫോബിയയും ഉണ്ടാക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ടല്ലോ ഇവിടെ. ആശിമ ഇവിടെ മുസ്ലിമും അനുജ ഹിന്ദുവും ആയതുകൊണ്ട് തന്നെ ജിഹാദി വിളികളായിട്ട് കുറെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനത്തെ 1-2 കമന്റ്സ് വായിച്ചിട്ട് നമുക്ക് നിർത്താം. ദ കേരള സ്റ്റോറി ഈസ് ലോയൽ. എല്ലാവരും പോയി ആ സിനിമ കാണുക, അത് സത്യമാണ്. കാക്കന്മാരെ പണ്ട് പേടിയായിരുന്നു. പണ്ട് അവർ കൂടുതലുള്ള സ്ഥലത്ത് കൂടി നേരം കെട്ട നേരത്ത് പോകില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ എന്തിനും തയ്യാർ. മേത്തലന്മാരുടെ കൂടെ പോകുന്ന എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു പാഠമാകട്ടെ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. കുറെ കാലങ്ങളായി ഇവിടെ എല്ലാ ക്രൈമുകളും നോക്കിയാൽ അതിൽ പ്രതിസ്ഥാനത്ത് എപ്പോഴും സുഡാപ്പികളും കൂടെ പോയവർ അല്ലെങ്കിൽ കുടുങ്ങിയവർ എല്ലാവരും തന്നെ ഹിന്ദു പെൺകുട്ടികളോ അതല്ലെങ്കിൽ ക്രിസ്ത്യൻ പെൺകുട്ടികളോ ആയിരിക്കും. മുസ്ലിമായുള്ള പ്രണയം കൊലപാതകത്തിലേക്കും മനുഷ്യക്കടത്തിലേക്കും ലവ് ജഹാദിലേക്കും തിരിയുന്നതാണെന്ന് കണ്ടുവരുന്നുണ്ട്. എന്നിട്ടും മുറിയന്റെ കൂടെ പോകാൻ ജീവൻ പണയം വെച്ച് മറ്റും യുവതികൾ ആപത്തിലേക്ക് പോകുന്നു. മുറിയന്റെ സാധനം നോക്കി പോകുന്ന എല്ലാ കന്നാലുകൾക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ജാവീതത്തിൽ ജാതി മതം ഇല്ല എന്നുള്ളത് ഈ മറുതലകളോട് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. തലച്ചോറ് നായ നക്കിയ ടീംസാണ്. ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇജാതി വർഗീയ വിഷയങ്ങളാണ്. ഒരു സമൂഹത്തെ ഒന്നായിട്ട് അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ്. മുറിയാണ്ടി, മേത്തൻ, സുഡാപ്പികൾ എന്നൊക്കെയുള്ള തരം വിശേഷണങ്ങളാണ് അല്ലെ? ഒരു മതത്തിൽപ്പെട്ട മനുഷ്യർ മറ്റൊരു മതത്തിൽപ്പെട്ട മനുഷ്യന്മാരെ ഇത്രയൊക്കെ എങ്ങനെ വെറുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എല്ലാ മതത്തിലും ഉണ്ട് ഇതേപോലെ വർഗീയ വിഷം തുപ്പുന്ന കുറെ പട്ടിത്തിട്ടങ്ങൾ. എല്ലാറ്റിനും ഉണ്ടല്ലോ വെടിവെച്ച് കൊല്ലണം. ഈ നാട്ടിലൊരു മനുഷ്യനായി ജീവിച്ച് മരിക്കണം എന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു ഇതാണ് ഈ അവിഹിതത്തിൽ പോലും മതം തിരിയുന്ന മനുഷ്യന്മാരെ സത്യത്തിൽ എനിക്ക് പേടിയാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.